അനുകൂലം ആകുമെന്നാണ് രമ്യ ഹരിദാസിന്റെ പ്രതികരണം വന്നത്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് എന്നും യുവാക്കളുടെ വോട്ട് ഇത്തവണ തനിക്കൊപ്പമെന്നും രമ്യ ഹരിദാസ് പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ച് UDFന്റെ നല്ല ചിട്ടയായിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പൂർത്തിയായി. ഇപ്പോഴും വളരെ സജീവമായിട്ട് ബൂത്തുകളിൽ എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം നടത്തിക്കൊണ്ട് ഞങ്ങളുടെ സഹപ്രവർത്തകർ എല്ലാവരും നിൽക്കുകയാണ്. അപ്പം അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കരുത്താണ്. അപ്പം ഞാൻ കാലത്ത് ഇന്ന് രാവിലെ ഇവിടെ നിന്ന് മക്കാമിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങുന്നത്. അപ്പം ഞാൻ എത്തുന്നതിന് മുൻപേ അവിടെ പ്രാർത്ഥിക്കാൻ എത്തിയ ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കും. അപ്പം അത് നമുക്ക് നൽകുന്ന ഒരു ആവേശമുണ്ട്, അത് നമുക്ക് നൽകുന്ന ഒരു കരുത്തുണ്ട്, ഒരു ശക്തിയുണ്ട്. ഏറ്റവും വളരെ ചിട്ടയായിരിക്കുന്ന ഒരു പ്രവർത്തനം പൂർത്തീകരിച്ച് ബൂത്തുകളിൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന മനോഹരമായ കാഴ്ചയാണ് ഈ വരവൂര് ബൂത്തുകൾ പൂർത്തിയാക്കുമ്പം കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ചേലക്കര എന്നെ കൈവിടില്ല. ചേലക്കരയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് 3 സ്ഥാനാർത്ഥികളും. ചേലക്കരയിലെ വരവൂർ പഞ്ചായത്തിലായിരുന്നു രമ്യ ഹരിദാസ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നുള്ള പ്രതികരണമാണ് കേട്ടത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേലക്കരയിൽ നിന്ന് VV അരുൺ ചേരുകയാണ്. അരുൺ, 3 മണിക്കൂറായി ഇപ്പോൾ പോളിംഗ് തുടങ്ങിയിട്ട്. സ്വാഭാവികമായിട്ടും ഒരു 1.5 ലക്ഷത്തിലധികം പേർ വോട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ 3 മുന്നണികൾക്കും ഉണ്ടല്ലോ. അതേ രീതിയിൽ തന്നെയാണല്ലോ ഇപ്പോൾ പോളിംഗ് മുന്നോട്ട് പോകുന്നതും. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കുറയില്ല എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും മുന്നണികൾ ഇപ്പോഴത്തെ ഒരു പോളിംഗ് റേറ്റ് വെച്ച് കാണുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും നല്ല തിരക്ക് എല്ലാ ബൂത്തുകളിലും രാവിലെ 6 മണി മുതൽ എന്ന് തന്നെ പറയണം. 6 മണിക്ക് മോക്ക് പോളിംഗ് ആരംഭിച്ച സമയത്ത് തന്നെ എല്ലാ ബൂത്തുകളിലും നല്ല പോളിംഗ് ഉണ്ടായത്. ഇപ്പോൾ 9:34 അവസാനത്തെ ഔദ്യോഗിക കണക്ക് PRD പുറത്തുവിട്ടത്. അതനുസരിച്ച് 14.64% പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് PRDയുടെ ഔദ്യോഗിക കണക്ക്. ഇപ്പോൾ ഞാനുള്ളത് ചേലക്കര മണ്ഡലത്തിൽ തോന്നൂർക്കര AUP സ്കൂളിലാണ്. മുൻമന്ത്രി K രാധാകൃഷ്ണന്റെ ബൂത്താണ്. അദ്ദേഹത്തിന്റെ വീടിന് സമീപമുള്ള സ്കൂളാണ്. ഇവിടെയും വലിയ തിരക്കാണ്. പ്രത്യേകിച്ച് ഇവിടെ കാണുന്നത് പ്രായമായ ആളുകളുടെ വലിയൊരു നിര ഇവിടെ കാണാം, തിരക്ക് കാണാം. പലപ്പോഴും നമുക്ക് നേരത്തെയൊക്കെ ദൃശ്യങ്ങളിലുള്ളതുപോലെ തന്നെ സ്ത്രീകൾ അതുപോലെ വൃദ്ധരൊക്കെ ഒരുപാട് പേർ ഇവിടേക്ക് ഒരേ സമയം എത്തുന്നു. വലിയ രീതിയിലുള്ള തിരക്ക് ഈ ഭാഗത്തുണ്ട്. 2 ബൂത്തുകളിലും ഇവിടെ 3 ബൂത്തുകളിലും ശക്തമായ തിരക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം, പ്രായമുള്ള ആളുകളെ നേരത്തെ വീട്ടിൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ അത് ചെയ്ത ശേഷവും നിരവധി ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. വലിയ തിരക്ക് എല്ലാ ബൂത്തുകളിലുമുണ്ട്. ഇതൊരു സൂചകമായി തന്നെ കാണാം. 72% കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ പോളിംഗ് ശതമാനം. അന്ന് 54% വോട്ട് നേടി K രാധാകൃഷ്ണൻ വിജയിക്കുകയായിരുന്നു. ഇപ്പോഴും CPM വലിയ പ്രതീക്ഷ തന്നെയാണ്. ഇത്തവണയും കാര്യങ്ങൾ മാറില്ല. ചേലക്കര ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുമെന്ന്. പക്ഷെ നമ്മൾ നേരത്തെ കുറച്ചു മുമ്പ് രമ്യ ഹരിദാസിന്റെ പ്രതികരണം കേട്ടതാണ്. ചേലക്കര തന്നെ കൈവിടില്ലെന്ന ആത്മവിശ്വാസം അവരും പ്രകടിപ്പിക്കുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, അത് ഒരുപക്ഷെ നമ്മൾ പാലക്കാടൊക്കെ കണ്ടതിന് അപ്പുറത്തേക്കുള്ള പ്രചരണം 3 മുന്നണികളും ഇവിടെ നടത്തിയിട്ടുണ്ട്. BJPയും ഇത്തവണ വലിയ മാറ്റമുണ്ടാകും, വലിയ അട്ടിമറി നടക്കണം, BJP ഇവിടെ ജയിക്കണമെങ്കിൽ പോലും അവരും പ്രതീക്ഷ കൈവിടുന്നില്ല. ആ രീതിയിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് അവരും പറയുന്നു. ഏതായാലും ശക്തമായ രീതിയിലുള്ള പ്രചരണം ഇവിടെ നടന്നുവെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം എല്ലാ ബൂത്തുകളിലും രാവിലെ മുതൽ ഉള്ളത്. ഇത് തോന്നൂർക്കരയിലെ മാത്രം ചിത്രമല്ല. നമ്മൾ രാവിലെ തിരുവല്ലാമല ഭാഗത്ത് BJP സ്ഥാനാർത്ഥി K ബാലകൃഷ്ണന്റെ ബൂത്തിൽ നമ്മൾ പോയിരുന്നു. അവിടെയും വലിയ തിരക്കാണ്. 6 മണി കഴിയുമ്പോൾ തന്നെ തുടങ്ങിയത്. അവിടെ ഏതാണ്ട് 116 നമ്പർ ബൂത്തിൽ K ബാലകൃഷ്ണൻ വോട്ട് ചെയ്ത ബൂത്തിൽ 7:30ക്കാണ് പോളിംഗ് തുടങ്ങാനായത്. അവിടെ വോട്ടിംഗ് മെഷീനിൽ സാങ്കേതിക തകരാറുണ്ടായിരുന്നു. പരിഹരിച്ച് 7:00 വോട്ടിംഗ് തുടങ്ങിയത്. അതിനുശേഷവും അവിടെ വലിയ തിരക്കുണ്ടാകാൻ എല്ലാ ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള തിരക്ക് ഇവിടെ ചേലക്കര അനുഭവപ്പെടുന്നുണ്ട്. ഈ തിരക്ക് അതേപടി നിന്നാൽ ഒരുപക്ഷെ ഈ പോളിംഗ് ശതമാനത്തിലൊക്കെ വർധനയുണ്ടാകാം. പോളിംഗ് ശതമാനത്തിലെ വർധന 3 മുന്നണികളും കഴിഞ്ഞ കാലങ്ങളിലെ പോലെയല്ല. വോട്ടിംഗ് ശതമാനം ഉയർന്നാൽ ആർക്ക് ഗുണമാകുമെന്നൊന്നും പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് കഴിഞ്ഞ കുറെ നാളുകളായി തെരഞ്ഞെടുപ്പുകളിലുള്ളത്. മാത്രമല്ല 10,000-നടുത്ത് പുതിയ വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ചേർത്തിരുന്നു. അതിൽ 2 മുന്നണികളും UDFും അതുപോലെ NDA അവരുടെ വോട്ടുകളാണ് 6,000-ലധികം വോട്ടുകളെന്ന് അവകാശവാദവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. CPM ഇവിടെ പുതിയ വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. ഏതായാലും ആർക്ക് അനുഗ്രഹമാകും ഈ പോളിംഗ് ശതമാനത്തിൽ വർധനയുണ്ടായാൽ? അത് ഇപ്പോഴത്തെ തിരക്കൊക്കെ എന്ത് തീരുമാനിച്ചാണ് ആളുകൾ വരുന്നത്? മാറ്റത്തിന് വേണ്ടിയാണോ, അല്ല ചേലക്കര ഇടതുപക്ഷത്ത് ഉറപ്പിച്ചു നിർത്താനാണോ, BJPക്ക് ഒരു അവസരം കൊടുക്കാനാണോ എന്ന കാര്യമൊക്കെ വോട്ടെണ്ണൽ ദിനത്തിൽ മാത്രം അറിയാം. ഏതായാലും 3 മുന്നണികൾക്കും ഒരുപോലെ പ്രതീക്ഷയാണ്. ഈ ആൾക്കൂട്ടവും തിരക്കുമൊക്കെ കൃത്യമായ തീരുമാനത്തിന്റെ ഭാഗമായി ആളുകൾ എടുത്തു വരുന്നത് തന്നെയാകാം. നേരത്തെയൊക്കെയുള്ള തിരക്ക് നമുക്ക് ജോലി സമയത്തിന് മുമ്പ്
ജോലിക്ക് പോകാൻ, അതായത് വോട്ട് ചെയ്തിട്ട് ജോലിക്ക് പോകാൻ ആളുകളുടെ ഒരു ശ്രമമായി കാണാം. പക്ഷെ ഇപ്പോഴും ഈ തിരക്ക് കുറവുണ്ടാകുന്നില്ല. പ്രായമായ ആളുകളുടെ കാര്യമാണ് ഈ തോന്നൂർക്കര നമുക്ക് പറയാനുള്ളത്. നിരവധി പേരാണ് നമ്മൾ ഇവിടെ വന്ന ശേഷം നിരവധി ആളുകളെ കണ്ടു. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ പ്രായം ചെന്ന ആളുകൾ തന്നെയാണ് ഇവിടെ വരുന്നതിൽ വലിയൊരു ഭാഗം. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? വീട്ടിൽ വോട്ട് ചെയ്യാൻ ആ പ്രായപരിധിക്കകത്തിൽ ഉള്ളവരാകില്ല. പക്ഷെ വളരെ ആയാസപ്പെട്ട് വരുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ നമുക്കിവിടെ നേരത്തെയും കാണാൻ കഴിയുന്നു. ഇപ്പോഴും അത്തരത്തിലുള്ള ആളുകൾ തന്നെ ഇവിടെ ധാരാളമായി വരുന്നുണ്ട്. മഞ്ജുഷ്, യെസ്, ചേലക്കരയിൽ ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. എന്തായാലും പ്രായമായവരുടേത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 925 പേർ നേരത്തെ തന്നെ ഹോം വോട്ട് സംവിധാനം പ്രയോജനപ്പെടുത്തിയിരുന്നു. ഭിന്നശേഷിക്കാരായ 450 പേർ ചേലക്കരയിൽ ഹോം വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെ 1375 ഇപ്പോൾ കാണുന്നത് അത് 9:15 വരെയുള്ള കണക്കാണ്. ഇപ്പോൾ 10 മണി ആയതോടുകൂടി എന്തായാലും ഒരു 20% എത്തിയിട്ടുണ്ടാകും. കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് വരുന്നുമുണ്ട്. അങ്ങനെ പോളിംഗ് ശതമാനം കുറയില്ല എന്നുള്ള പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് ചേലക്കര പോലെയുള്ള മണ്ഡലത്തിൽ ഒരിക്കലും പോളിംഗ് ശതമാനം ഒരുപാട് അങ്ങ് കുറഞ്ഞു പോകാറില്ല. എപ്പോഴും 70% മുകളിൽ വരുന്നതാണ്. കഴിഞ്ഞ തവണ 77% പോളിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വരവൂരിൽ നിന്ന് MG മിഥുൻ കൂടി ചേരുന്നുണ്ട്. മിഥുൻ, വരവൂർ അവിടെയാണല്ലോ രമ്യ ഹരിദാസ് അല്പസമയം മുമ്പ്